പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും സംബന്ധിച്ച 48 മണിക്കൂർ താൽക്കാലിക വെടിനിർത്തൽ തുടരുന്നു. ക്രിയാത്മകമായ പ്രശ്നപരിഹാരത്തിനായി ആത്മാർത്ഥമായ ശ്രമങ്ങൾ നടത്തുമെന്നാണ് ഇരു രാജ്യങ്ങളും പരസ്പരം സമ്മതിച്ചിട്ടുള്ളത്. അജയ് സുധാ ബിജു ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പം. അജയ്, ഗുഡ് മോർണിംഗ്. എന്തായാലും കലുഷിതമായി നിന്ന സാഹചര്യം, അതിന് താൽക്കാലികമായ ഒരു അയവ് വന്നിരിക്കുന്നു. ഈ 48 മണിക്കൂർ പ്രഖ്യാപിച്ച വെടിനിർത്തൽ ഈ നിമിഷം വരെ ശാന്തമായി തുടരുന്നുണ്ട്. പ്രഖ്യാപിച്ചതുപോലെ തന്നെ തുടരുന്നുണ്ടല്ലേ? അതെ ആര്യ, ഇന്നലെ വൈകിട്ട് 6:30-നാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ഒരു വെടിനിർത്തൽ കരാർ അത് ധാരണയിലായത്. അതുമുതൽ ഇതുവരെയുള്ള സാഹചര്യം നിലവിൽ ശാന്തമാണ് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ ഇപ്പോഴും ഈ പാകിസ്ഥാൻ അതിർത്തിയിൽ നിരവധി വാഹനങ്ങൾ അഫ്ഗാനിസ്ഥാനിലേക്ക് പോകാൻ സാധിക്കാതെ കെട്ടിക്കിടക്കുന്നുണ്ട്. ഇത് മേഖലയിൽ വലിയ ഗതാഗത കുരുക്കും ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സംഘർഷത്തെ തുടർന്ന് നിരവധി അതിർത്തികൾ പാകിസ്ഥാൻ അടച്ചിരുന്നു. ഇത് കാരണം നമുക്കറിയാം, അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത് ലാൻഡ് ലോക്ക് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. അവിടേക്കുള്ള കയറ്റുമതിയുടെ ഒരു ഭൂരിഭാഗം പങ്കും അത് പോയിരുന്നത് പാകിസ്ഥാൻ വഴിയായിരുന്നു. അപ്പോൾ ഈ അതിർത്തികൾ പാകിസ്ഥാൻ അടച്ചത് കാരണം നിരവധി ട്രക്കുകൾ, അതുപോലെ തന്നെ ഈ സ്വകാര്യ വാഹനങ്ങൾ ഉൾപ്പെടെ ആ അതിർത്തിയിൽ ഇങ്ങനെ കെട്ടിക്കിടപ്പുണ്ട്. ഇത് കാരണം ഈ ഭക്ഷണ വിതരണത്തിൽ ഉൾപ്പെടെ വലിയൊരു കുറവ് അത് അഫ്ഗാനിസ്ഥാനിൽ നേരിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഒരു പ്രശ്നങ്ങളെല്ലാം കാരണമാണ് തീർച്ചയായിട്ടും ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ ഈ വെടിനിർത്തൽ കരാർ അത് ധാരണയിൽ എത്തിയത്. പ്രധാനമായിട്ടും ഈ ആക്രമണങ്ങളിൽ അഫ്ഗാനിസ്ഥാന് വലിയൊരു നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അഫ്ഗാനിസ്ഥാൻ തന്നെ ഇന്നലെ സ്ഥിരീകരിച്ച ഒരു കാര്യം, കാണ്ഡഹാർ, തെക്കൻ കാണ്ഡഹാർ മേഖലയിൽ പാകിസ്ഥാൻ ഒരു ആക്രമണം നടത്തി. ഇവിടെ ഒരു 12 സാധാരണക്കാർ കൊല്ലപ്പെടുകയും 100ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായിട്ട് അഫ്ഗാനിസ്ഥാൻ തന്നെ സ്ഥിരീകരിച്ച ഒരു വിവരമായിരുന്നു. എന്നാൽ പാകിസ്ഥാൻ പറയുന്നത് തങ്ങൾ സാധാരണക്കാരെ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തിയിട്ടില്ല. ഈ തീവ്രവാദികൾ പാകിസ്ഥാനിലേക്ക് കടന്നു കയറാൻ ഉപയോഗിച്ചിരുന്ന ഒരു പാലം തകർക്കുക മാത്രമായിരുന്നു തങ്ങളുടെ ഉദ്ദേശമെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. അതുപോലെ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാന്റെ ഒരു അതിർത്തി ഔട്ട് പോസ്റ്റ് തകർത്തിട്ടുണ്ട്, ഒരു ടാങ്ക് തകർത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കാരണം പാകിസ്ഥാൻ തന്നെ പറയുന്നത് അവരുടെ 23 സൈനികർക്ക് ജീവൻ നഷ്ടമായതായിട്ട് പാകിസ്ഥാൻ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ മരണസംഖ്യ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ കൃത്യമായിട്ട് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. അഫ്ഗാനിസ്ഥാന്റെ 200ഓളം ഈ താലിബാൻ പ്രവർത്തകരെ വധിക്കാൻ സാധിച്ചതായിട്ടാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ പാകിസ്ഥാന്റെ സൈഡിൽ നിന്നുള്ള 100-ലധികം സൈനികരെ വധിക്കാൻ സാധിച്ചതായിട്ട് അഫ്ഗാനിസ്ഥാനും പറയുന്നുണ്ട്. ഈ മരണസംഖ്യ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നില്ല. എന്തായാലും നല്ല രീതിയിൽ തന്നെ ഒരു നാശനഷ്ടം ഇരു രാജ്യങ്ങളിലും തീർച്ചയായിട്ടും സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 48 മണിക്കൂർ ഈ വെടിനിർത്തലിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ പ്രശ്നങ്ങൾ അത് സുഗമമായി തന്നെ പറഞ്ഞു തീർക്കും എന്ന് തന്നെയാണ് രണ്ട് രാജ്യങ്ങളും ഉറപ്പ് നൽകിയിട്ടുള്ളത്. ഈ ഒരു സംഘർഷങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് നമുക്ക് അറിയാം, തീർച്ചയായിട്ടും ഈ പാകിസ്ഥാൻ താലിബാന്റെ പ്രവർത്തനം അത് പാകിസ്ഥാനകത്ത് നിരവധി ഭീകരാക്രമണങ്ങൾ നടത്തുന്നു, രാജ്യത്തെ സമാധാന അന്തരീക്ഷം തകർക്കുന്നു എന്നെല്ലാം ആരോപിച്ചാണ് പാകിസ്ഥാൻ ഈ ആക്രമണത്തിന് പുറപ്പെട്ടത്. അതേസമയം അഫ്ഗാനിസ്ഥാൻ പറയുന്നത് പാകിസ്ഥാൻ അവരുടെ രാജ്യത്തിനകത്ത് ISISന്റെ പ്രവർത്തനം, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തീവ്രവാദികൾ ഇവർക്കുൾപ്പെടെ ഫണ്ട് ചെയ്യുന്നു, ഇവർ തങ്ങളുടെ രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് അഫ്ഗാനിസ്ഥാൻ പറയുന്നത്. ഇരു രാജ്യങ്ങളും ഇത്തരത്തിൽ പരസ്പരം പല ആരോപണങ്ങളും ഉന്നയിക്കുന്നുണ്ട്. ഈ വെടിനിർത്തൽ എന്തായാലും ഇപ്പോഴും സമാധാനപരമായിട്ട് തന്നെ തുടരുകയാണ്. അജയ് സുധാ ബിജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. അജയ്.